ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ ഇത്ര ഓടി എത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അന്ന് ആ സമയത്തെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഡിസംബറിലൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒക്കെ ഇടയിൽ കിട്ടിയ കുറച്ച് പരിക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കഴിഞ്ഞു. അതെല്ലാം മാറി റെഡിയായി ഞാൻ ഫുള്ള് ഇപ്പോൾ പ്രാക്ടീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ആരോടെങ്കിലും വെറുത്തിട്ടോ ഒന്നുമല്ല, എനിക്ക് കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ആണെങ്കിലല്ലേ പോകാൻ പറ്റും. എനിക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരോടും ഉള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ വളരെ വർഷം പ്രാക്ടീസ് 85 മുതൽ 2002 പ്രസിഡന്റ് ആവുന്ന 2003 വരെ ഞാൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഓഫീസ് ഇപ്പോഴും ഓടിയുണ്ട്. എനിക്ക് ആ ഓഫീസിലേക്ക് പോയി അതിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന് പറയുന്ന അദ്ദേഹം ഞാനുണ്ടായിരുന്ന സമയത്തേ ഉണ്ടായിരുന്നു. ഒരു മുൻ MLA എന്നുള്ള നിലയിൽ അവരെന്നെ വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു. അത്രയേ അതിനുള്ളൂ. അതിന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. ഐഷാപ്പറ്റി പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു, അഭിഭാഷക വൃത്തിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ഇപ്പോഴും പാർട്ടി അംഗത്വത്തിലുണ്ടോ? അതെനിക്കിനി അന്വേഷിച്ചാലേ അറിയുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ പുതുക്കൽ പതിവില്ലല്ലോ. കമ്മിറ്റിയിലുണ്ട്, ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഇത്തവണത്തേന് തൊട്ട് മുമ്പ് ഇവിടെ വെച്ചായിരുന്നു ജില്ല. അന്നാണ് ഞാൻ ജില്ലാ കമ്മിറ്റി വന്നത്. ജില്ലാ കമ്മിറ്റിയിലെല്ലാം പോയിക്കൊണ്ടിരുന്നു. കുറേ ആയപ്പോൾ എനിക്ക് അങ്ങനെ എത്താനായിട്ട് പറ്റാത്തൊരവസ്ഥയായി. കാരണം ഒരുപാട് സമയങ്ങൾ അവിടെ പോയിരിക്കണം, പിന്നെ തിരിച്ച് തന്നെ വരണം. അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു സംവിധാനത്തിലൂടെ എന്നെ പോലുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. അത് പറ്റുന്നില്ലാത്തപ്പോൾ ഞാൻ പറ്റുന്നവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒഴിവാക്കി വേറെ ആരാന്ന് വെച്ചാൽ എടുക്കണം. അതാണ് യഥാർത്ഥത്തിലുണ്ടായത്. കുറേ നാൾ ഞാൻ ശ്രമിച്ചിരുന്നു, ഞാൻ പറ്റുമോ നോക്കി. പക്ഷെ അത് ഒക്കുന്നില്ലാത്തപ്പോൾ നമുക്ക് ഒക്കുന്ന കാര്യം നമ്മൾ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ്. അതല്ലാതെ ആരെങ്കിലും ഇതായിട്ടോ ഒന്നുമല്ല. ഇതിനൊന്നും വേറെ ഒരു ഇന്റർപ്രിട്ടേഷനും വേണ്ട. ഇത് പോകുന്നു എന്നുള്ളത് വേറെ ഒരു ഇന്റർപ്രിട്ടേഷനും അതിന്റെ ആവശ്യമില്ല. ഐഷാപ്പറ്റി, ഈ പാർട്ടിയുടെ ഘടനയോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ്, വിസമ്മതം ഉണ്ടായിരുന്നോ? ഈ താങ്കൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുമായി ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞല്ലോ, കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോകണം, പിന്നെ മഹിളാ അസോസിയേഷനിലുണ്ടായിരുന്നു, എല്ലാ വർഗ ബഹുജന സംഘടനയിലും ഉണ്ടായിരുന്നു. ഞാൻ ലോയേഴ്സ് യൂണിയനിലുണ്ട്. ലോയേഴ്സ് യൂണിയനിലൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഘടനയാണ്. പക്ഷെ അതെല്ലാം കൂടി ഒന്നും എനിക്ക് പ്രായോഗികമായിട്ട് ഓടിയെത്താനായിട്ട് പറ്റാത്തൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും ഒഴിവായി. ലോയേഴ്സ് യൂണിയൻ്റെ മാത്രമേ ഉള്ളൂ. അത് എനിക്കിഷ്ടമുള്ള എൻ്റെ വക്കീലന്മാരുടെ സംഘടനയാണ്. അതുകൊണ്ടേ ഉള്ളൂ. അതിലും വേണമെന്നൊന്നും അതുകൊണ്ടല്ല, വേറൊന്നുമല്ല. ഇപ്പോൾ പ്രാക്ടീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.